ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ശിവലിംഗം അമ്പലത്തിലേക്ക് പോകുന്ന യാത്ര വീഡിയോ ആണ്. തിരുവനന്തപുരം സെൻട്രലിന് അടുത്തുള്ള തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് എന്താ പറയാ, ശരിക്കും ബസ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് നെയ്യാറ്റിൻകര പോയി അവിടെ നിന്ന് ഡയറക്റ്റ് ചെങ്കൽ അമ്പലത്തിലേക്ക് പോകുന്ന ബസ് ഉണ്ട്, അതായത് പൂരിക്കുന്നിലേക്ക് പോകുന്ന ബസ് ഉണ്ട്. ഇല്ലെങ്കിൽ നാഗർകോവിൽ ബസ്സിൽ കയറിയാൽ ഉദയംകുളങ്ങര ഇറങ്ങാം. ഞാൻ ഇപ്പൊ യാത്ര ചെയ്തത് നാഗർകോവിൽ പോകുന്ന ബസ്സിലാണ്. ഇതിൽ ഉദയകുളങ്ങരയിലാണ് ഇറങ്ങിയത്. എന്താ പറയാ, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് ഒരു 4 മണി സമയത്താണ്. അപ്പം എന്താ പറയാ, കുറച്ച് ബസ് ഇറങ്ങാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് പോണത്. അങ്ങനെ ബസ്സിൽ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ എന്താ പറയാ, മുമ്പ് പറഞ്ഞ പോലെ ബസ് കയറി വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് ട്രെയിനിൽ പോകണമെങ്കിൽ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇറങ്ങാം. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ചെങ്കൽ ശ്രീ പാർവതി ക്ഷേത്രത്തിലേക്ക്. പക്ഷേ നെയ്യാറ്റിൻകര 8 കിലോമീറ്റർ ഉണ്ടെങ്കിലും ധനുവജപുരം റെയിൽവേ സ്റ്റേഷനാണ് കുറച്ചും കൂടി അടുത്ത് 4 കിലോമീറ്റർ. പക്ഷെ നിങ്ങൾക്ക് നെയ്യാറ്റിൻകര ഇറങ്ങാൻ, കാരണം നമ്മുടെ ഐലൻഡ് എക്സ്പ്രസും JNT ജനതയും പിന്നെ എന്താ പറയാ, ആ ട്രെയിനല്ല, പാലക്കാട് ഭാഗത്തു നിന്നാണെങ്കിൽ ആ ട്രെയിൻ വരും. പിന്നെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തിന് ഇഷ്ടം പോലെ കന്യാകുമാരി നാഗർകോവിൽ പോകുന്ന ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇനി കാസർഗോഡ് മലബാർ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, മെയിനായിട്ട് വരാൻ പറ്റുന്നത് ഇതിലാണ്, പരശുരാം എക്സ്പ്രസിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ബസ് കയറി പോകണമായിരിക്കും നല്ലത്. നെയ്യാറ്റിൻകരയിൽ നിർത്തുന്ന ട്രെയിനുകളുടെ പേരും ട്രെയിൻ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നെയ്യാറ്റിൻകര ഡിപ്പോ ആണ്. അപ്പൊ നിങ്ങൾക്ക് നെയ്യാറ്റിൻകര ഇറങ്ങിയ ഇവിടെ നിന്ന് ഡയറക്റ്റ് പൂരിക്കുന്ന് ചെങ്കൽ പൂരിക്കുന്ന് പോകുന്ന ബസ് കിട്ടും. അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് അമ്പലത്തിന്റെ അവിടെ ഇറങ്ങാം. ഇതിപ്പം നാഗർകോവിൽ പോണ ബസ് എല്ലാം നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടേ പോവുക. ഇത് ബസ് സ്റ്റാൻഡിൽ കയറി തിരിച്ച് ഇറങ്ങുന്ന വിഷ്വൽസ് ആണ് എടുത്തത്. നെയ്യാറ്റിൻകര ഇറങ്ങിയ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ചെങ്കലിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ വരുന്ന ആളുകൾക്ക് എന്താ പറയാ, നിങ്ങൾ നെയ്യാറ്റിൻകര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 8 കിലോമീറ്റർ ഓട്ടോ ആക്കി പോകുന്ന കാലം ഭേദം ഒരു 2 കിലോമീറ്റർ വന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും. പിന്നെ അമ്പലത്തിലേക്ക് ഓട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ അവര് റിട്ടേണും കൂടെ വാങ്ങിക്കും. അല്ലെങ്കിൽ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവര് വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവര് റിട്ടേണും കൂടെ വാങ്ങിക്കും. ഉദയംകുളങ്ങര എത്തി അമ്പലത്തിന് മുന്നിലെത്തി ഓട്ടോ റിട്ടേണും കൂടി വാങ്ങിച്ചു. ആ സെയിം ഓട്ടോയെ തന്നെ നിങ്ങൾ തിരിച്ച് ബസ്സിലോ അല്ലെങ്കിൽ തിരിച്ച് ട്രെയിനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓട്ടോയത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരവിടെ നിൽക്കും. അങ്ങനെ അമ്പലത്തിന്റെ കാഴ്ചകളുണ്ട്. അമ്പലത്തിന്റെ അകത്തുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു പ്രതിമേന്റെ ഫോട്ടോസ് ഉണ്ട്, അത് ഇവിടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. നല്ല കിടില എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആ ഒരു ശിവലിംഗത്തിനകത്തൂടെ നമുക്ക് കറങ്ങാം കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അത് സൈഡിൽ വഴിയുണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് ഈ വർഷം. ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ കയറിയില്ല. 200 രൂപ ഒരാൾക്ക് 200 രൂപ വെച്ച് കയറാൻ നിങ്ങൾക്ക് ആ ശിവലിംഗത്തിന് അങ്ങ് മുകളിൽ വരെ എത്താം. അങ്ങനെ തിരിച്ച് ഓട്ടോ പിടിച്ച് നേരെ ഉദയംകുളങ്ങര ബസ് സ്റ്റാൻഡ് അവിടെ എത്തി. ഒരു എപ്പോഴും ബസ് കാണും, കാരണം നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായാലും എപ്പോഴും ബസ് കാണും. ഇൻ കേസ് നിങ്ങൾക്ക് തിരുവനന്തപുരം ബസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാറ്റിൻകര ഇറങ്ങാം. അവിടെ നിന്ന് ഇഷ്ടം പോലെ തിരുവനന്തപുരം ബസ് കിട്ടും. ആൻഡ് തിരിച്ച് തമ്പാനൂർ പോയില്ല, തിരിച്ച് കരമനയായ ഒരു സൈറ്റേഴ്സിലേക്ക് പോയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ശിവലിംഗം ഈ ഇടയ്ക്കാണ് തുറന്നത്. ശിവലിംഗത്തിനകത്ത് പോയ ആളുകളും എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക.